നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം ലോക രാഷ്ട്രങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാനെതിരെ ഒരു പൂർണ്ണ നാവിക ഉപരോധം അഥവാ നേവൽ ബ്ലോക്കേഡ് ഏർപ്പെടുത്താൻ US സൈന്യത്തിന് ട്രംപ് ഉത്തരവിട്ട് കഴിഞ്ഞു. എന്താണ് ഈ നാവിക ഉപരോധം? എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്ര കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയത്? ഇത് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ എന്ത് ആഘാതമുണ്ടാക്കും? പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നിർണായകമായ ചർച്ചകൾ നടന്നുവരികയായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികളും പ്രാദേശികമായ തർക്കങ്ങളും പരിഹരിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഈ ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് ഒടിക്കുന്ന തീരുമാനവുമായി ട്രംപ് രംഗത്തെത്തിയത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ നിയമവിരുദ്ധമായി നികുതി പിരിക്കുന്നു എന്നതാണ് അമേരിക്ക ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് US വാദിക്കുന്നു. ഇനി എന്താണ് ഈ ഉപരോധം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ അമേരിക്കൻ നാവികസേന കൊട്ടിയടയ്ക്കും. ഇറാന്റെ എണ്ണക്കയറ്റുമതിയും ഇറക്കുമതിയും പൂർണ്ണമായും തടയപ്പെടും. US സെൻട്രൽ കമാൻഡ് നൽകുന്ന സൂചനകൾ പ്രകാരം ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകളെയും കടൽ മൈനുകളെയും നേരിടാൻ US സജ്ജമായി കഴിഞ്ഞു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇറാന് മാത്രമുള്ള ഉപരോധമാണ്. ഹോർമുസ് കടലിടുക്ക് വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ തടയില്ലെന്ന് അമേരിക്ക ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും യുദ്ധക്കപ്പലുകൾ നിരന്നു നിൽക്കുന്ന ഒരു കടലിടുക്കിലൂടെയുള്ള യാത്ര അത്ര സുരക്ഷിതമാകില്ല. അമേരിക്കയുടെ ഈ നീക്കത്തോട് വളരെ രൂക്ഷമായാണ് ഇറാൻ പ്രതികരിച്ചത്. ഇതൊരു നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രസ്താവിച്ചു. തങ്ങളുടെ അതിർത്തി ലംഘിക്കുന്ന ഏത് യുദ്ധക്കപ്പലിനെയും തകർക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഈ വാർത്ത പുറത്തുവന്ന നിമിഷം തന്നെ ആഗോള വിപണിയിൽ എണ്ണവില 8% വർദ്ധിച്ചു കഴിഞ്ഞു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന പാതയിൽ സംഘർഷമുണ്ടാകുന്നത് പെട്രോൾ ഡീസൽ വില കുതിച്ചുയരാൻ കാരണമാകും. ഇന്ത്യയെപ്പോലെ എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ ലോകം ആശങ്കയിലാണ്. ട്രംപിന്റെ ഈ കടുത്ത നിലപാട് ഇറാനെ ചർച്ചാമേശയിലേക്ക് തിരികെ എത്തിക്കുമോ അതോ പശ്ചിമേഷ്യയെ ഒരു മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ നീക്കങ്ങൾ എന്താകുമെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.